വെള്ളാപ്പള്ളിയെ കൈവിട്ട് സുകുമാരൻ നായർ, തിരശീലയ്ക്ക് പിന്നിൽ ചെന്നിത്തല എഫക്റ്റോ? കൊട്ടിഘോഷിക്കപ്പെട്ട NSS SNDP ഐക്യം ഒരാഴ്ച തികയും മുൻപേ തകർന്നടിഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് പെരുന്നയിൽ നിന്നും പടരുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ രാഷ്ട്രീയ നീക്കം പരാജയപ്പെടാൻ പ്രധാനമായും 5 കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, NSSന്റെ പ്രഖ്യാപിത നയമായ സമദൂര സിദ്ധാന്തത്തിൽ വിള്ളൽ വീഴുമെന്ന ആശങ്ക പെരുന്നയിൽ ശക്തമായി. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന വെള്ളാപ്പള്ളി നടേശനും NDA ഘടകകക്ഷിയെ നയിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ സമുദായത്തിന്റെ നിഷ്പക്ഷത പണയപ്പെടുത്താൻ കഴിയില്ലെന്ന് NSS ഡയറക്ടർ ബോർഡ് ഉറപ്പിച്ചു. രണ്ടാമതായി, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇരു സംഘടനകളും ഒന്നിച്ചു നടത്തിയ ആക്രമണം പൊതുസമൂഹത്തിൽ തിരിച്ചടിയായി. ഇത് കേവലം ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണെന്ന പ്രതീതി ഉയരുകയും കോൺഗ്രസ് അനുകൂലികളായ സമുദായാംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. മറ്റ് സമുദായങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വിവാദ പ്രസ്താവനകളാണ് NSSനെ ചിന്തിപ്പിച്ച മറ്റൊരു ഘടകം. എല്ലാവരോടും മാന്യമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ സൽപ്പേരിന് വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം കളങ്കമുണ്ടാക്കുമെന്ന നേതൃത്വം വിലയിരുത്തി. കൂടാതെ തുടർ ചർച്ചകൾക്കായി NDA നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതും BJP പാളയത്തിലേക്കുള്ള ഗൂഢനീക്കമാണോ എന്ന് ഡയറക്ടർ ബോർഡ് സംശയിച്ചു. അഞ്ചാമതായി, ഐക്യനീക്കത്തിനിടെ വെള്ളാപ്പള്ളിക്ക് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരവും കല്ലുകടിയായി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പുരസ്കാരത്തിന്റെ തിളക്കത്തിൽ NSS മങ്ങിപ്പോകുമെന്ന വികാരം സമുദായത്തിനുള്ളിൽ ശക്തമായി. എന്നാൽ ഈ പിന്മാറ്റത്തിന് പിന്നിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ ചടുലത കൂടിയുണ്ട്. രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയതോടെ സുകുമാരൻ നായരുടെ നിലപാടിൽ അയവുണ്ടായതായാണ് സൂചന. ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാമെന്ന ഉറപ്പ് ചില കേന്ദ്രങ്ങൾ പെരുന്നയിൽ എത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടതോടെയാണ് പഴയ പടക്കുതിരയെ വിശ്വസിച്ച് NSS വീണ്ടും UDFനോട് അടുക്കുന്നത്. ഒടുവിൽ ഐക്യരഥം ഉരുളും മുൻപേ ചക്രങ്ങൾ തകർന്ന് പെരുന്നയും കണിച്ചുകുളങ്ങരയും വീണ്ടും 2 ധ്രുവങ്ങളിലേക്ക് വഴിമാറുകയാണ്. ഇത് ആശ്വാസം നൽകുന്നത് കോൺഗ്രസിന് തന്നെയാണ്. The Hourly News, truth every hour.